സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധന ഉടൻ പ്രഖ്യാപിക്കും. നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പുകളും തുടർന്നുള്ള പരിശോധനകളും റെഗുലേറ്ററി കമ്മീഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ ഉത്തരവ് പുറത്തിറക്കുമെന്നാണ് സൂചന. നവംബറിൽ നിരക്ക് വർധന പ്രഖ്യാപിക്കാൻ ലക്ഷ്യമിട്ടെങ്കിലും ഉപതെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ നീട്ടിവെക്കുകയായിരുന്നു. നിലവിലെ നിരക്ക് നവംബർ 30 വരെ നീട്ടുകയും ചെയ്തിട്ടുണ്ട്. ഡിസംബർ 1 മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ നൽകിയാവും തീരുമാനമുണ്ടാവുക. അതിനിടെ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഉത്തരവിൽ 19 പൈസ ഇന്ധന സർചാർജ് ഡിസംബറിലും തുടരാൻ റെഗുലേറ്ററി കമ്മീഷൻ KCBയെ അനുവദിച്ചിട്ടുമുണ്ട്. വൈദ്യുതി വാങ്ങൽ ചെലവിലുണ്ടായ വർധന, വർദ്ധിക്കുന്ന പ്രവർത്തന പരിപാലന ചെലവുകൾ, മൂലധന നിക്ഷേപ പദ്ധതികൾക്കുള്ള ചെലവ് എന്നിവ കണക്കാക്കുമ്പോൾ നിരക്ക് വർധന അനിവാര്യമാണെന്നാണ് KCBയുടെ വാദം. 2024-25 മുതൽ 2026-27 വരെ ജനുവരി-മെയ് കാലയളവിൽ സമ്മർ താരിഫായി യൂണിറ്റിന് 10 പൈസ വീതം അധികം ഈടാക്കാൻ അനുവദിക്കണമെന്നതാണ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ള ആവശ്യം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 2023-24 6,989 മില്യൺ യൂണിറ്റും വൈദ്യുതി മാത്രമാണ് ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കാനായതെന്നും 24,862 MU വില കൊടുത്ത് പുറത്തുനിന്നും വാങ്ങുകയായിരുന്നുവെന്നും റെഗുലേറ്ററി കമ്മീഷൻ നൽകിയ അപേക്ഷയിൽ KCB ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിരക്ക് പരിഷ്കരിക്കാനുള്ള അപേക്ഷയിൽ 120 ദിവസത്തിനകം തെളിവെടുപ്പ് പൂർത്തിയാക്കി തീരുമാനമെടുക്കണമെന്നാണ് വ്യവസ്ഥ. ഓഗസ്റ്റ് 2-നാണ് KCB അപേക്ഷ നൽകിയത്. നിരക്ക് ഉയർത്താനുള്ള ആവശ്യത്തിനെതിരെ തെളിവെടുപ്പുകളിൽ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. കെടുകാര്യസ്ഥത മൂലമുള്ള ബാധ്യത ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം. ഇതിനിടെ നിരക്ക് വർധനക്കെതിരെ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയിട്ടുമുണ്ട്. ഇത് KCBക്ക് ആശ്വാസമായി. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലടക്കം കാര്യക്ഷമമായി ഇടപെടാതെ ചെലവുകളുടെ ഭാരം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നെന്ന വിമർശനമാണ് KCBക്കെതിരെ ഇപ്പോൾ ഉയരുന്നത്. എങ്കിലും ഡിസംബർ 1 മുതൽ ഇത് ബാധകമാകുമെന്നാണ് പറയപ്പെടുന്നത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.